പരിപാടിയിലൂടെ പറഞ്ഞു ഞാൻ ഓക്കെ. അത് സാന്ദർഭികമായി സൂചിപ്പിക്കുക. ജോൺസൺ മാഷ് ഒരു സംഗീത പരിപാടിയുടെ ജഡ്ജായി കോഴിക്കോട് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരുപാട് സംഗീത വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വർഷം 1970. അപ്പോ അന്ന് പാട്ട് കുറെ ആൾ പാടാൻ സ്റ്റേജിലേക്ക് പേര് വിളിച്ചു പോകുന്നു. ആദ്യം പാടിയത് ഒരാൾ ഓമനാളെ കണ്ടു ഞാൻ തൂക്കിനാവും. രണ്ടാമത് പാടിയതും ഓമനാളെ കണ്ടു ഞാൻ തൂക്കിനാവും. 15 ആള് പാടിയതും ഓമനാളെ കണ്ടു ഞാൻ തൂക്കിനാവന്റെ പാട്ടാണ്. അവസാനം ജോൺസൺ മാഷ് പുതുതായി മത്സരത്തെ വിളിച്ച് സ്വകാര്യം പറഞ്ഞു, സുഹൃത്തെ 15 ആള് ഒരു പാട്ടിനെ പാടി, താങ്കളെന്താ പാടും? ഞാൻ ഓമനാളെ കണ്ടു ഞാൻ തൂക്കിനാവി എന്ന പാട്ടാണ് പാടുന്നത്. ജോൺസൺ മാഷ് പറഞ്ഞു, അത് 15 ആള് പാടി സഹോദര, അതൊന്ന് ഒന്ന് മാറ്റി പാടിക്കണം. അപ്പൊ 16ാമത്തെ മത്സരാർത്ഥി പറഞ്ഞു, സാർ ഞാൻ മാറ്റി പാടിക്കളയാം. അദ്ദേഹം മാറ്റി പാടുകയാണ്, വേറെ ഓമനാളെ കണ്ടു ഞാൻ തൂക്കിനാവി എന്നതുപോലെ. ഞാൻ സ്ഥിരമായി നാരായണൻ എന്റെ കൊച്ചനന്തനാണ്, എപ്പോഴും പറയും വിഷ്മാട്ട പാട്ടുമാണ്. അപ്പൊ സ്ഥിരമായി ഞാൻ ഈ പാട്ട് പാടുന്നത് അരോചകമാവും. പരിഷത്തിന്റെ പാട്ടുകളെ എന്റെ കൈവശമുള്ളൂ, അത് തന്നെ പാടുന്നു. അരോചകമാവുന്നത് കൊണ്ടാണ് ആമുഖമായി എന്നെ ഒഴിവാക്കണം എന്റെ പ്രിയപ്പെട്ട അനിയാൻ എന്ന് പറഞ്ഞത്. അതെ. അപ്പോ എനിക്ക് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാഷ് വിനോദ് മാഷ്, കേരളവും ഇന്ത്യയും ലോകവും ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കുന്ന ഒരു പേരാണ് വിനോദ മാഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നറിയില്ല. എനിക്ക് അത്രയധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം മലയാള മനോരമയുടെ പത്രം എടുത്തു നോക്കുമ്പോൾ വിനോദ മാഷ് എയ്ഡ്സ് ബാധിച്ച് 2 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അതിലൊരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ ശ്രീ വിനോദ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഞാൻ അന്ന് മുതൽ മുമ്പിൽ ഇരുത്തി പറയല്ല, ഈ വിനോദ മാഷൊന്ന് തൊടാൻ എനിക്ക് എന്ത് ആവശ്യമോ അഭിമാനമെന്നും പറയില്ല. ആ വിനോദ മാഷാണ് 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചത്. ലക്ഷ്മണൻ ക്യാമ്പിൽ വരണം 2 ദിവസം. ഞാൻ പറഞ്ഞു, മാഷ എനിക്ക് രാവിലെ വന്ന് വൈകുന്നേരം പോകേണ്ട വരും, പ്രയാസമാണ്. പിറ്റേന്ന് വരും. അത് വളരെ സന്തോഷം. ലക്ഷ്മണൻ വരണം എന്തായാലും. ഈ വിനോദൻ മാസ്റ്ററുടെ സ്നേഹബുദ്ധിയായ ഒരു സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വരാൻ ഇടയായി. നാരായണൻ എന്തൊക്കെ പറഞ്ഞു. നാരായണ ക്യാമ്പ് ഡയറക്ടറായതുകൊണ്ട് പറഞ്ഞിട്ട് വളരെ സന്തോഷമാണ്, വളരെ വിജയമാണ്. ഞാൻ ഭാഗികമായി കേട്ട ഒരാളാണ്, എനിക്കതിനെ പറ്റി പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ വായിച്ചെടുക്കുന്നു, അധീന എന്ന സഹോദരി, കുഞ്ഞനുജത്തി, ഈ നാട്ടുകാരി പറഞ്ഞത് ക്യാമ്പിന്റെ അവരുടെ അനുഭവം വെച്ചുകൊണ്ട് ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ ക്യാമ്പിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ പിടിച്ചു തൂങ്ങുന്നു. അതിന്റെ ശരിയായ അർത്ഥവും അതിന്റെ വ്യാപ്തിയും ഞാൻ അധീനയോട് സ്വകാര്യം ചോദിച്ച് മനസ്സിലാക്കുന്നതുമാണ്. വിജയകുമാർ ബ്ലാത്തൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരത്തെ നാരായണ നാട്ടുകാരനാണ്. വേണ്ടത്ര സമയം വിജയകുമാറിന് ലഭിച്ചിട്ടില്ല. വിജയകുമാർ അവതരിപ്പിച്ചതിന്റെ ഭാഗികമായ അവതരണം കഴിഞ്ഞ വിജയകുമാർ ചിരിച്ചുകൊണ്ട് സ്റ്റേജ് വിട്ടുപോയത്. ഞാനും അതിന്റെ ഒരു കുറ്റക്കാരനാണ്. സമയത്തിന്റെ പ്രശ്നമുണ്ട് ക്യാമ്പിനെ സംബന്ധിച്ച്. ആ വിജയകുമാറും വിശാലമായ ബ്ലാത്തൂരിന്റെ മണ്ണിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പരിഷത്തുകാരനാണ്. പലപ്പോഴും വിജയകുമാറിനെ കുറിച്ചും അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനാണ്. കുട്ടികൾക്കുള്ള സിനിമകൾ മീഡിയയുടെ അതിപ്രസരണത്തിനിടയിലും സ്വദേശപരമായ സിനിമകളും പരിപാടികളും മുമ്പോട്ട് പോവുകയാണ്. ആ വിജയകുമാർ ആയുസിന്റെ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയ പൊന്നാമനെയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖമൊന്ന് നോക്കിയാൽ പലർക്കും അറിയില്ല, എനിക്കറിയാം. ഒരു വലിയ ദുരന്തത്തിൽ ഇടപെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ പൊന്നുമോനാണ് വിജയകുമാർ. ആ വിജയകുമാർ സ്വയം കാണിക്കുമ്പോൾ
ഞാൻ അതുമാത്രമാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ ദുരന്തത്തിന്റെ ഓർമ്മകളാണ് എന്നെ വേട്ടയാടിയിരുന്നത്. അത് നിങ്ങൾക്കറിയില്ല. പരിചയപ്പെടുകയാണ്. ഞാനും പരിചയപ്പെട്ടിട്ടില്ല. പൂർണ്ണമായി ആരും നിങ്ങളെ പരിചയം ആ ഡെസ്കിന്റെ ഇടനാഴിയിൽ വെച്ച് ശാന്ത, ചന്ദ്രൻ, വിനോദ് എന്നൊക്കെ പറഞ്ഞു പോയതല്ലാതെ വട്ടപൂജ്യമാണ് പരിചയപ്പെടുക. അത് ആ പരിപാടി വേണം. അത് ഖേദകരമാണ്. ക്യാമ്പിൽ പരിചയപ്പെടണം. കോളേജിലെ വിദ്യാർത്ഥികൾ, മറ്റൊരു കോളേജ് പ്രശാന്ത് പറഞ്ഞു, കൈതേരി മുഴുവന്റെ മകളുണ്ട്, മറ്റവന്റെ മകളുടെ മറ്റവരുടെ എന്റെ സ്വന്തം കുട്ടികൾ ബന്ധപ്പെടാൻ കഴിയില്ല. മറ്റൊരു യൂണിറ്റ് ഉണ്ട് ശാസ്ത്ര സാഹിത്യ പക്ഷത്തിന്. ജീവനില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങളിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു നഗരസഭയാണ്. അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, വിമാനത്താവളവും വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സേവനം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് പറയുന്നു, ഒപ്പം മാധ്യമങ്ങൾ എന്നെയും വഞ്ചിച്ചൊരു കഥ നിങ്ങൾക്ക് എല്ലാവരെയും വഞ്ചിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ വരില്ലായിരുന്നു. പിന്നെ ഞാൻ എന്റെ ഫോണിൽ ഒരു SMS, എന്താ പറയുക, SMS വന്നിട്ടുണ്ട്. എനിക്ക് 4.5 കോടി ലോട്ടറി ലഭിച്ചു. അതിന്റെ പേര്, നമ്പർ, ഇമെയിൽ അഡ്രസ്. എന്റെ ജീവിതത്തിൽ ആകെ